ഹായ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മളെ 7 days ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ഡേ 7 ആണ്, ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എൻ്റെ 7 days പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുകണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വാമപ്പിലേക്ക് ഡയറക്റ്റ് കിടക്കാം. റെഡി, സ്റ്റാർട്ട്. 2, 3, 4, 5, 6, 7, 8, 9, 10. Back. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Switch. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Next. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ നമ്മൾ വാമപ്പ് കഴിഞ്ഞ് സാധാരണ റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 45 seconds റെസ്റ്റ് ചെയ്യാം. വെള്ളം കുടിക്കുക അത്യാവശ്യത്തിന്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എക്സസൈസ് കേട്ടോ, ബാലൻസ് ചെയ്യുക ആൻഡ് ബാക്ക് ഇത്ര ഡിസ്റ്റൻസ് ചെയ്യുക, ലഞ്ച് ചെയ്യുക. നീസ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ കൂടുതൽ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ടച്ച് ചെയ്യേണ്ടത് വാളായാലും ചെയറാണെങ്കിലും ഏതെങ്കിലും നല്ല ഹാർഡ് സർഫസ് മതി. റെഡി, സ്റ്റാർട്ട് ചെയ്യുക. 12 ബാലൻസ് ലഞ്ച് ആൻഡ് 1 ആൻഡ് ഇനി ബാലൻസ് ചെയ്യുക. റെഡി, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. ചേഞ്ച് ചെയ്യാൻ ലെഗ്.
Ready? Balance ചെയ്യുന്നു. Back and fold. 1, 2, 3. നേരെ നോക്കാം. 4, 5, 6, 7, 8, 9, 10, 11 and 12. Rest ചെയ്യാം. 45 seconds again. നമ്മൾ ലാസ്റ്റ് ഡേ ആണിന്ന്. നെക്സ്റ്റ് നമുക്ക് ലാറ്ററലായിട്ട് മൂവ് ചെയ്യുന്നതാണ്. ലുക്ക്, എന്നിട്ട് മൂവ് ചെയ്യുക. ജസ്റ്റ് ഫ്ലോർ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വാട്ട് രീതിയിൽ കേട്ടോ. ഇങ്ങനെ പോയി കുനിയരുത്, ജസ്റ്റ് ഇങ്ങനെ ലാറ്ററലായിട്ട് ടച്ച് ചെയ്യുക. സ്ലോലി മൂവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പറ്റാവുന്നിടത്തോളം മൂവ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ. റെഡി? ഇത് ടോട്ടൽ 10 കൗണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റെസ്റ്റ് ചെയ്യാം. 45 seconds. ഈ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള റിസൾട്ട്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വണ് നമ്മൾ സ്ക്വാട്ട് ചെയ്യുക ആൻഡ് ഒബ്ലിക്ക്. സ്ക്വാട്ട് ആൻഡ് ഒബ്ലിക്ക്. സ്ക്വാട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടച്ച് ചെയ്തിട്ട് സ്ക്വാട്ട് മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ ആ ഹിപ്പാണ് മൂവ് ചെയ്യേണ്ടത് കേട്ടോ. റെഡി? ഒന്ന് ശ്രദ്ധിക്കുക. റെഡി? സ്റ്റാർട്ട്. സ്ക്വാട്ട്. 1, 2. ഞാൻ സ്ക്വാട്ടാണ് കൗണ്ട് ചെയ്തത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 2 more. 13 and 14. 7 each oblique. പിന്നെ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നീസ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത്ര സ്ക്വാട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. നല്ല മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരാണെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ നിൽക്കും വേണ്ട. വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ്ങിൽ ഒരു റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ ഫസ്റ്റ് ഇതാണ് കേട്ടോ, ബാലൻസ് ലഞ്ച്. ഓക്കെ, റെഡി അല്ലേ? യാ, ബാലൻസ്, ജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഫോൾഡ്. 1, യാ, ലുക്ക്, 2, 3, 4, 5, 6, 7, 8, 9, 10. 2 more. Last one. And 12. Switch. ജസ്റ്റ് ടച്ചാണ് ചെയ്യണത്. നിങ്ങൾ നല്ല പിടിക്കുക. ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുക. ബാലൻസ് ആൻഡ് ഫോൾഡ്. 1. നീ ബാലൻസ് ആൻഡ് ലഞ്ച് ബാക്ക്. 3, 4,
5, 6, 7, 8, 9, 10, 11, and 12. Rest ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ വർക്കൗട്ട് കഴിഞ്ഞ് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫുള്ളി നിർത്താൻ നിൽക്കണ്ട. ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടൊക്കെ പോവുക. അത് നിങ്ങളെ നല്ല ഫിറ്റ്നസ് കിട്ടാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ഹെൽത്ത് ഫിറ്റ്നസ് നേടാനും വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം കൺസിസ്റ്റൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായുള്ള ആക്ടിവിറ്റീസ് മസ്റ്റാക്കി ചെയ്യാം. ഇനി നമുക്ക് ലാറ്ററൽ മൂവാണ്. നേരത്തെ ഞാൻ ചെയ്തത് 10 ഈച്ചാണ്, സോറി ഫുൾ 10 ആണ്. ഇനി നമുക്ക് 12 ചെയ്യാം. ഒരു സൈഡിലേക്ക് 6, ഈ സൈഡിലേക്ക് 6. റെഡി, സ്റ്റാർട്ട്. യാ 1, സ്ട്രൈറ്റ് നോക്കിയിട്ട് സ്ക്വാട്ട് ചെയ്യുമ്പോൾ യാ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, and 12. Again, rest ചെയ്യാം. നെക്സ്റ്റ് എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീ ഇഷ്യൂസ് ഉള്ളവരും അതുപോലെ തന്നെ നല്ല ബാക്ക് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നീ ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നല്ല പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഡെപ്ത് ഉള്ളത് ഒഴിവാക്കാം. പിന്നെ വൈഡ് കാല് വെക്കുന്ന സമയത്ത് നമ്മളെ ഷോൾഡർ വിടുത്തിനെക്കാട്ടി കുറച്ച് കൂടുതൽ വെക്കാം. മിനിമം ഷോൾഡർ വിടുത്ത് അല്ലെങ്കിൽ കുറച്ചധികം. റെഡി, സ്റ്റാർട്ട്. സ്ക്വാട്ട് ആൻഡ് ഒബ്ലിക്. 1, 1, 2, ടോട്ടൽ 7 ആണ്. 14, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, and 7. റെസ്റ്റ് ചെയ്യാം. ഇത് 7 ആക്കാനുള്ള റീസണ് സ്ക്വാട്ട് നമ്മൾ 14 നമ്പറാണ്. നമ്മൾ ബിഗിൻ സ്റ്റേജിൽ 14ൻ്റെ കൂടുതൽ അല്ലെങ്കിൽ 15ൻ്റെ കൂടുതലൊക്കെ ചെയ്യുമ്പം തീരെ ചെയ്യാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. മസിൽ പെയിനും കാര്യങ്ങളും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറിക്ക് ചാൻസ് ഉണ്ട്. നമ്മൾ 2 റൗണ്ട് കഴിഞ്ഞിട്ടോ. നെക്സ്റ്റ് 3rd ആണ്. റെഡി അല്ല? സ്റ്റാർട്ട് ചെയ്യാം. ബാലൻസ് ആൻഡ് ലഞ്ച്. 1, ബാലൻസ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, and 12. Other side. 1, 2, 3, 4, 5, 6, 7, 8,
9, 10, 11 and 12. റെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ഉണ്ടല്ലോ, അപ്പോൾ അത് പല രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്ലോറിൽ ചെയ്യാറുണ്ട്, ചിലപ്പോൾ സ്റ്റാൻഡിങ്ങിൽ. നമ്മൾ ഏത് ഇതിലാണോ, നമ്മളിപ്പോൾ ഇത് ബാക്കോട്ടേക്കാണ്, അപ്പോൾ അത് സ്റ്റാറ്റിക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്ത് പിന്നെ ഷെയ്ക്ക് ആവരുത്. ആ സമയത്ത് ചിലപ്പോൾ മിസ്സിങ് ആണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർ ഇവിടെ വെച്ചാൽ ഇത് മതി, ഇവിടെ വെച്ചാൽ ഇത്, നമ്മളെ ഡിപ്പെൻസ് ഓൺ നിങ്ങളെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. റെഡി? നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് വണ്, തേർഡ് എടുത്താൽ റെഡി അല്ലേ? ഗോ. 12 again. Yeah, floor touch. 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. Rest again. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മളെ ഫ്രണ്ട്, അപ്പം ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊന്ന് ബാക്കോട്ടേക്ക് ഇങ്ങനെ ആക്കിയാണ്. പിന്നെ നമ്മൾ ഷെയ്ക്ക് ആവരുത്. നമ്മൾ ആ ടൈറ്റ് ആക്കാൻ വേണ്ടി അങ്ങനെ കളിച്ചാൽ അതിനുള്ള പ്രയോജനമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എവിടെയാണോ നിങ്ങളെ പൊസിഷൻ അവിടെ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളൊരു രീതിയിൽ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് നമുക്ക് ഗുണം ചെയ്യില്ല. നെക്സ്റ്റ് കൊണ്ട് നമ്മൾ സ്ക്വാട്ട് ചെയ്തിട്ട് ഒബ്ലിക്ക് കേട്ടോ. സ്ക്വാട്ട് ആൻഡ് ഒബ്ലിക്ക്. റെഡി? അഗെയിൻ 14. സ്ക്വാട്ടാണ് ഞാൻ കൗണ്ട് ചെയ്യണേ. 1, സ്ക്വാട്ട് അഗെയിൻ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. റെസ്റ്റ്. ഇനി നമുക്ക് ഫ്ലോർ എക്സസൈസ് ആണ്. സ്റ്റാൻഡിങ്ങിലുള്ള 3 എക്സസൈസ് കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ 3 എക്സസൈസിൻ്റെ 3 റൗണ്ട് ഫ്ലോർ. അപ്പോൾ നമുക്ക് ഫ്ലോറിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡെമോ കാണിക്കാം. ലുക്ക്, നിങ്ങൾ കൈ ഫ്രണ്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യാനുസരണം വെക്കാം. ഇങ്ങനെ ആയാലും ഓരോ ആളുകൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ലോവർ നമ്മൾ ഷെയ്ക്ക് ആവരുത്. താടി ഫ്ലോറിൽ തട്ടണ വരെ. ഓക്കെ, സ്ലോലി വേണം. നമ്മൾ ഇങ്ങനെ സ്പീഡ് ചെയ്യരുത്. പിന്നെ ഇതിങ്ങനെ വർക്ക് ചെയ്യിക്കരുത്. ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് അപ്പർ ബോഡി കണ്ടോ, മെല്ലെ പോകുന്ന പോസയിൽ താഴ്ത്തുന്നു. ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്ന് വെച്ചാൽ കൈ ഇവിടെ വെക്കുക. വേണ്ട, ഇതും ചെയ്യാം. റൈറ്റ്, സ്ലോലി. ഇതാണ് ഈ എക്സസൈസ്. ഇതിന് ബാക്ക് എക്സ്റ്റൻഷൻ എന്നാണ്. നമ്മൾ ലോവർ ബാക്കിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ നല്ലതാണ്. അപ്പ് 1, 2, 3, 4, 12 ആണ്. 5, 6, 7, 8, 9, 10, 11 and 12. റെസ്റ്റ് ചെയ്യുക. 10 seconds ആണ് നമ്മൾ ഫ്ലോറിൽ ചെയ്യാറ്. 3 എണ്ണം കഴിഞ്ഞാൽ നമ്മൾ 45 seconds റെസ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ നീ അപ്പ് ചെയ്യുക. എന്നിട്ട് ക്രഞ്ചസ് ചെയ്യണ്ട, സ്ലോലി. ഇത് ഫസ്റ്റ് നമുക്ക് 12 ചെയ്യാം. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. റെസ്റ്റ് ചെയ്യാം.
ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ചെയ്യാം. ഞാൻ പലപ്പോഴും പറയുന്നതാണ്. റെഡി? നെക്സ്റ്റ് വണ് നമുക്ക് സൈഡ് ക്രഞ്ചസ് ആണ്. ലുക്ക്, ഫുള്ളി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നല്ലപോലെ ഉണ്ടോ. ഇത് അപ്പറും ലോവറും ഒന്നിച്ച് വരാം. റെഡി? സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12. Chain side. Ready? Again. Yeah. 1 2 3 4 5 6 7 8 9 10 11 12. റെസ്റ്റ് ചെയ്യുക 45 സെക്കൻഡ്സ്. ഒരു റൗണ്ട് കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മൾ 7 days ഇവിടെ തീരും. അപ്പം എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ റിസൾട്ട്, ഫീഡ്ബാക്ക്, ഇനി നമ്മളിൽ നിന്ന് എന്ത് മാറ്റം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത ചലഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സജഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാക്കി മുന്നോട്ടേക്ക് പോവാം. റെഡി? അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ബാക്ക് എക്സ്റ്റൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ ഷെയ്ക്കാവാതെ സ്ലോലി വേണം അപ്പ് ചെയ്യാൻ. താടി വേണം തട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഹൈപ്പറായിട്ട് ഇങ്ങനെ ചെയ്ത് ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്ന് വെച്ചാൽ കൈ ഇവിടെ വെക്കുക. അവിടെ ഇതും ചെയ്യാം. റൈറ്റ്, സ്ലോലി. റെഡി? അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പ് 1 12 ആണ്. 2 3 4 5 6 7 8 9 10 11 12. റെസ്റ്റ് ചെയ്യുക 10 seconds. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കൈ വെക്കുക. സ്ലോലി ഉണ്ടോ അപ്പ് ചെയ്യുക, സ്ലോ ഡൗൺ ചെയ്യുക. ബാക്ക് അധികം ലോഡ് കൊടുക്കാതെ ഉണ്ടോ, എൻ്റെ ലോവർ ബോക്കിന് അധികം അങ്ങനെ ഫോഴ്സ് കൊടുക്കാതെ സ്ലോലി ഉണ്ടോ. നിങ്ങൾ ബിഗിനിങ് ആകുമ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. റെഡി? നമ്മൾ 10 secondsൻ്റെ ശേഷം ഇതാണ് കേട്ടോ നമ്മളെ സെക്കൻഡ് ക്രഞ്ചസ് ഉണ്ടോ. ഇതും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാലിങ്ങനെ വെച്ച് സാധാരണ ക്രഞ്ചസ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. റെഡി? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്. 1 2 3 4 5 6 7 8 9 10 11 12. റെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സൈഡ് ക്രഞ്ച് ഇട്ടോ. നമുക്ക് 12 വീച്ച് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഗോ. 1 2 3 4 5 6 7 8 9 10 11 12. Change side. Ready? Yeah. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 45 seconds റെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മളെ ഈ വർക്കൗട്ട് അല്ലെ എക്സസൈസ്, ഈ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും ഇതിൻ്റെ വേറൊരു പ്രധാന ഒരു അടിത്തറ പറഞ്ഞാൽ നമ്മളെ ഫുഡാണ്. അപ്പോൾ അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൽ അത് ഇൻക്ലൂഡ് അല്ല. നമ്മളൊരു മിഷന് പറയാൻ വെച്ചാൽ നിങ്ങളെ വർക്കൗട്ടിലേക്ക് പ്രോപ്പറാക്കി എത്തിക്കുക എന്നുള്ളൊരു മിഷനാണ് ഇപ്പോൾ ഈ 7 days ചാലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ലൈഫ് സ്റ്റൈലിലെ ഹാബിറ്റ്സ്, നമുക്ക് മിനിമം വേണ്ട കാര്യങ്ങൾ, 7 hours ഉറക്കം, 8000 സ്റ്റെപ്സ്, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ. അതായത് പലപ്പോഴും നമ്മളെ ലൈഫിൽ നിന്ന് മിസ്സായി പോയത് പല കാരണങ്ങളെ കൊണ്ടും ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഫുഡ് ഒരു പ്രധാന ഒരു പാർട്ടാണ്. റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് റൗണ്ട്. 1 2 3 4 5 6 7 8 9 10 11 and 12. Rest here 10 seconds. ഓക്കെ, അഗൈൻ ക്രഞ്ചസ്. വീണ്ടും ഇത് പറ്റിയിട്ടില്ലെങ്കിൽ, ടഫായി തോന്നുകയാണെങ്കിൽ സാധാരണ നമ്മളെ ഫ്ലോറിൽ റെസ്റ്റ് ചെയ്ത് ചെയ്യാം. റെഡി? സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 and 12. Rest 10 seconds. Next one നമ്മൾ സൈഡ് തന്നെ. ഇത് നമ്മൾ 12 തന്നെ ചെയ്യാം. റെഡി? സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12. Rest. Ready? Start. 1 2 3 4 5 6 7 8 9 10 11 and 12. ഓക്കെ, ഫ്യൂ സെക്കൻഡ്സ് നിങ്ങളൊന്ന് ബ്രീത്ത് എടുക്കാം. നമുക്ക് സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ പോലെ തന്നെ 15 seconds ആണ് ഈച്ച് ഹോൾഡിങ്. റെഡി? ഫസ്റ്റ് 1 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Change side. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Next, leg raise. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Yeah. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഞാനൊരു പുതിയ സ്ട്രെച്ചിങ് കൂടെ കാണിച്ചാൽ, കാര്യം നമുക്ക് ഇങ്ങനെ വെക്കാം. ഓപ്പോസിറ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ട് സ്ലോലി പറ്റുന്ന രീതിയിൽ താഴത്തേക്ക് വെക്കാം. ഈ ഭാഗം സ്ട്രെച്ച് ആവും. 3 4 5 6 7 8 9 10 12 13 14 15. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രം പുഷ് ചെയ്താൽ മതി. നല്ല ബലത്തിൽ വേണ്ട, സ്ലോലി ഗ്രാജുവലായിട്ട് പിന്നെ എത്തിക്കോളൂ. 4 5 6 7 8 9 10 11 12 13 14 and 15. ഇത് സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് സ്റ്റാൻഡിങ്. നെക്സ്റ്റ് വൺ നമ്മളെ കാഫ്സ്. നമ്മളെ ഹീല് പൊങ്ങരുത്, ഹീല് ഫ്ലോറിൽ പാരലാക്കി വെക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഉണ്ട്, ഇത് പൊങ്ങരുത്, കാഫ്സ് ആണ്. ഇവിടെ ആണ് ഫീൽ എഫക്റ്റ് വരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, അപ്പോൾ നമ്മുടെ 7 days ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ലാസ്റ്റ് ആയിരുന്നത്. അപ്പം എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. മസ്റ്റായിട്ടും
നിങ്ങളെ റിസൾട്ട്സ്, ഫീഡ്ബാക്ക്, മറ്റുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ഫിറ്റ്നസ് ജേണിയിലേക്ക് ഏത് തരം ഹെൽപ്പോ സഹായം വേണ്ടത് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. എൻ്റെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഫിറ്റ്നസ്സിൻ്റെ കീ അല്ലെ സീക്രട്ട് എന്ന് പറഞ്ഞത് കൺസിസ്റ്റൻസിയാണ്. അത് നിങ്ങൾക്ക് അനുയോജ്യമായുള്ള വർക്കൗട്ട് ചെയ്തിട്ട് വേണം കൺസിസ്റ്റൻസിയിലേക്ക് പോകാൻ. ഫസ്റ്റും തന്നെ നിങ്ങൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി കണ്ടീഷന് ഓപ്പോസിറ്റായ രീതിയിലുള്ള വർക്കൗട്ടൊന്നും ചെയ്യരുത്. നമ്മൾ മാർക്കറ്റിലും അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റുള്ള പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും പല അതൊക്കെ നല്ലതാണ്, ഒന്നും നല്ലതല്ല എന്നല്ല. പക്ഷെ നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അപ്പം ഓരോ ആളുകളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓരോ വർക്കൗട്ടിൽ അഡാപ്റ്റേഷൻ ഉണ്ടാവും. അഡാപ്റ്റേഷൻ മീൻസ് ചിലപ്പോൾ നിങ്ങളുടെ പ്രോപ്പർ സ്കോട്ട് ഇതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പിടിച്ച് ചെയ്യേണ്ടി വരും, വേറെ എന്താ അസിസ്റ്റൻസ് വേണ്ടി വരും, അല്ല സ്കോട്ടിൻ്റെ വേറെ വേർഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് മസ്റ്റാണ്, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ വേണം നിങ്ങൾ വർക്കൗട്ട് സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഫിറ്റ്നസ് നേടാനും ഹെൽത്തിനും നിർബന്ധമാണ് നമ്മളെ ഫുഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിലേക്കിപ്പോൾ നമ്മൾ കടക്കാത്തത് നമ്മൾ ഈ 7 days ഷോർട്ടായ പീരീഡാണ് നിങ്ങളെ ഒരു വർക്കൗട്ട് കൾച്ചർ പഠിപ്പിക്കുക. എങ്ങനെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, എങ്ങനെ ബിഗിനേഴ്സിന് എക്സസൈസ്, ഇതാണ് നമ്മളവിടെ ഇത് ചെയ്യുന്നത്. ഇതിൽ തന്നെ നിങ്ങളെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പം താങ്ക് യു എൻ്റെ കൂടെ ഇത്രയും ദിവസം ടൈം സ്പെൻഡ് ചെയ്തതിന്. ഇതുപോലെയുള്ള ചാലഞ്ചേഴ്സും ഫിറ്റ്നസ് ടിപ്സും ഫിറ്റ്നസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. നമുക്ക് കാണാം.